ഇപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന എന്താണ് പറയുക ചികിത്സാ ചെലവ് അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ മുതിർന്ന പൗരന്മാർക്കുള്ള സൗജന്യ ആരോഗ്യ പദ്ധതിയായ PMJAY കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇന്ന് ക്രിസ്ത്യാന ചെറിയാൻ പങ്കുവെക്കുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ പ്രായമായ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കാണുമല്ലേ? അല്ലെങ്കിൽ അയൽപ്പക്കത്തെങ്കിലും. ഉപജീവനത്തിനായി സ്വന്തം വരുമാനമില്ലാത്തവരാകും അവരിലേറെയും. നല്ല പ്രായത്തിൽ അത്യധ്വാനം ചെയ്ത അവരിൽ പലർക്കും പ്രായമാകുമ്പോൾ ഒരസുഖം വന്നാൽ ചികിത്സിക്കാൻ പണമുണ്ടാകില്ല. അങ്ങനെയുള്ളവർക്ക് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അഥവാ PMJAYയുടെ ഭാഗമായുള്ള വയവന്ദന കാർഡ് ഉപയോഗിക്കാം. എന്താണ് പദ്ധതി? ആയുഷ്മാൻ വയവന്ദന കാർഡുള്ള 70 വയസ്സിന് മുകളിലുള്ള ഏത് ഇന്ത്യൻ പൗരനും പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. കാശില്ലാ കാലത്ത് കീശ കീറാതെ മികച്ച ചികിത്സ മുതിർന്നവർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പദ്ധതി കഴിഞ്ഞ മാസം 29 മുതലാണ് പ്രാബല്യത്തിലായത്. എന്താണ് ഈ പദ്ധതിയുടെ ഗുണഫലം ലഭിക്കാനുള്ള മാനദണ്ഡം? വളരെ സിമ്പിളാണ്. 70 വയസ്സോ അതിനു മുകളിലോ ഉള്ള ഇന്ത്യൻ പൗരനായിരിക്കണമെന്ന് മാത്രം. ഏത് വരുമാന പരിധിയിലുള്ളവർക്കും അപേക്ഷിക്കാം. പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എന്തൊക്കെ രേഖകൾ വേണം? 1. ആധാർ കാർഡ്. 2. ഒരു മൊബൈൽ നമ്പർ. പിന്നെ വളരെ കുറച്ച് KYC രേഖകൾ. എങ്ങനെ രജിസ്റ്റർ ചെയ്യാം? നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ വെബ്സൈറ്റിലൂടെയോ ആയുഷ്മാൻ ഭാരത് ആപ്പ് ഡൗൺലോഡ് ചെയ്തോ ഓൺലൈനായി അപേക്ഷിക്കാം. ഓതന്റിഫിക്കേഷന് ശേഷം ആവശ്യമുള്ള വിവരങ്ങൾ നൽകി അപേക്ഷ പൂർത്തിയാക്കാം. ഓഫ്ലൈൻ രജിസ്ട്രേഷനായി അടുത്തുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലോ കോമൺ സർവീസ് സെന്ററിലോ പോകാം. പക്ഷേ ആധാർ കാർഡും മറ്റ് KYC വിവരങ്ങൾക്കുള്ള രേഖയും എടുക്കാൻ മറക്കരുത് കേട്ടോ. സൈറ്റിൽ നിന്ന് വയവന്ദന കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാം. ഈ വയവന്ദന കാർഡ് ചില്ലറക്കാരനല്ല. രാജ്യത്തെ 29,000 ആശുപത്രികളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതിനുള്ള പാസ്പോർട്ടാണിത്. എന്തിനൊക്കെയാണ് ക്യാഷ്ലെസ് സൗകര്യം ലഭിക്കുന്നത്? ആശുപത്രിവാസം, ശസ്ത്രക്രിയകൾ, വിവിധ പരിശോധനകൾ എന്നിവയ്ക്കെല്ലാം ക്യാഷ്ലെസ് കവറേജ് ലഭ്യമാണ്. പക്ഷെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ചികിത്സ തേടുന്ന ആശുപത്രി പദ്ധതിയുടെ ഭാഗമാണോ എന്ന് നോക്കുക. പട്ടികയിൽ ഇല്ലാത്ത ആശുപത്രികളിൽ പോയാൽ ഈ ആനുകൂല്യം ലഭിക്കില്ല. അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റി വെബ്സൈറ്റിലെ ആശുപത്രികളുടെ പട്ടിക നോക്കിയ ശേഷം നിങ്ങൾക്ക് അടുത്തുള്ള ആശുപത്രിയിൽ പോകുക. ഇതൊക്കെ കാണുന്ന ചെറുപ്പക്കാരോട്, ന്യൂ ജനറേഷനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിലോ അയൽപ്പക്കത്തോ 70 വയസ്സിന് മുകളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഈ വിവരം ഒന്ന് പറയണം കേട്ടോ. ഓൺലൈൻ രജിസ്ട്രേഷനായി അവരെ ഒന്ന് സഹായിക്കുക. മുതിർന്നവരുടെ കുഞ്ഞു കുഞ്ഞു ഡിജിറ്റൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്തു കൊടുക്കുക. ഒരിക്കൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രകാശമായിരുന്നവരുടെ ജീവിതത്തിൽ പ്രകാശം തിരികെ നൽകാം. ഗുഡ് നൈറ്റ്. മുതിർന്ന പൗരന്മാർക്കുള്ള സൗജന്യ ആരോഗ്യ പദ്ധതിയായ PMJAY കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇന്ന് ക്രിസ്ത്യാന ചെറിയാൻ പങ്കുവെക്കുന്നു.